ശ്രീ രാഹുൽ ഗാന്ധി ആവട്ടെ മറ്റാരുമാകട്ടെ വിമർശനത്തിന് അതീതനാണ് എന്നൊരു കാഴ്ചപ്പാട് ആരെങ്കിലും മുൻപോട്ട് വച്ചാൽ ജീവനുള്ള നാൾ വരെ അത്തരം ആൾദൈവ സംസ്കാരത്തിന്റെ പിന്നിൽ മുട്ടുമടക്കി നിൽക്കാൻ സൗകര്യമില്ല എന്ന് പറയും. പാർലമെന്റിൽ പ്രസംഗം നടത്തിയതിനു ശേഷം നേരെ പോയി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഗാഠാലിംഗനം ചെയ്യുന്നതിൽ ഒരു തകരാറും കാണാത്ത അങ്ങ് സർക്കാർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് 150 മീറ്റർ അകലെയുള്ള പൊതുപരിപാടിയുടെ വേദിയിലേക്ക് സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ എന്ന നിലയിൽ 86 വയസ്സായ ഒരാൾ ഈ കാറിൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് നിലപാടിലുള്ള ചോർച്ചയാണെന്ന് പറയുന്നതിനെ ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്നില്ല. രണ്ട് ചോദ്യങ്ങളാണ് അങ്ങയോട് ചോദിക്കാനുള്ളത്. ഈ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് ആദ്യമായി അതിനെ കണ്ടെയ്നർ യാത്ര എന്ന് വിളിച്ച് ഒരു പരാമർശം കണ്ടത് RSS ബാക്ക് ചെയ്യുന്ന ഓപ്പ് ഇന്ത്യ എന്നുള്ള മാധ്യമത്തിലാണ്. അതിനുശേഷം അത് കാണുന്നത് അങ്ങയുടെ പരാമർശത്തിലാണ്. അങ്ങ് ഇപ്പോൾ കൂടി പറഞ്ഞ് ആവർത്തിച്ചു വെച്ചത് നൂൽ പൊറോട്ട കഴിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രമാണ് അങ്ങ് ഭാരത് ജോഡോ യാത്രക്കിടയിൽ കണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള യുവത്വം കണ്ടിട്ടുള്ളത് കാസ്റ്റ് സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്ന, രോഹിത് വെമുലയുടെ മാതാവിനെ ചേർത്ത് പിടിക്കുന്ന, ഗൗരി ലങ്കേഷിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ കാശ്മീരിന്റെ വിഷയങ്ങൾ ഉന്നയിക്കുന്ന, ഫെഡറൽ സംവിധാനം നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോയാണ് ഞങ്ങളെപ്പോലുള്ള യുവത്വം കണ്ടത്. ഇവിടെ LGBTQ രാഷ്ട്രീയത്തെയും ജാതി സെൻസസിന്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹം പറയുന്നത് താങ്കൾ കണ്ടിട്ടില്ല. RSS വിമർശിച്ച അതേ ഭാഷയിലാണ് താങ്കൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ വിമർശിച്ചത്. അദ്ദേഹം മത്സ്യകർഷകരുടെ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിനിടയിൽ കടലിൽ ചാടിയത് അങ്ങേക്ക് പ്രശ്നമായി തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ പാർട്ടിയിലെ നികേഷ് കുമാർ കിണറ്റിൽ ചാടിയത് അങ്ങേക്ക് ഒരിക്കലും പ്രശ്നമായി തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ മൂക്കിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള സാദൃശ്യത്തെ പറ്റിയോ ഉള്ള പ്രശ്നങ്ങളോ താങ്കൾ പ്രശ്നമായി ചിത്രീകരിക്കുന്നുണ്ട്. അതേസമയം താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇരട്ടച്ചങ്കിനെ കുറിച്ച് താങ്കളുടെ അണികളും താങ്കളുടെ പ്രവർത്തകരും 24 മണിക്കൂറും പുകഴ്ത്തുന്നത് ഒരു പ്രശ്നമായി താങ്കൾ ഒരിടത്തും പറഞ്ഞ് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഈ സെലക്റ്റീവ് രാഷ്ട്രീയം ഇതാണോ ഇന്നത്തെ ജനതയ്ക്ക് വേണ്ടുന്ന രാഷ്ട്രീയം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അങ്ങ് വെള്ളാപ്പള്ളിയെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനെതിരെ താങ്കൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതേ വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുപോയി ഇവിടുത്തെ നവോത്ഥാന നായകനാക്കുന്ന താങ്കളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു വാക്ക് വിമർശിക്കാനുള്ള ചങ്കൂറ്റം ഈ വേദിയിൽ താങ്കൾ കാണിക്കുമോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ ഒരു മതത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളായി കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വ്യാജമായിട്ടുള്ള നരേറ്റീവാണ് അങ്ങ് ഈ വേദിയിൽ പറഞ്ഞത്.